ശരി, ശ്രീ പത്മനാഭൻ, ഇപ്പോൾ ന്യൂനപക്ഷത്തിനെതിരെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പിയുടെ തന്ത്രം. അത് മൂന്നാം ഘട്ടമായപ്പോഴേ അതിൻ്റെ രീതി മാറുകയായിരുന്നു. ഗ്യാരണ്ടിയിൽ നിന്ന് ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളിലേക്ക് കടക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അമിത്ഷാ പറയുന്നത് സോണിയാഗാന്ധി തൻ്റെ MP ഫണ്ടിൽ നിന്ന് 70% ന്യൂനപക്ഷത്തിന് നൽകി എന്നുള്ളതാണ്. നിങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെ ന്യൂനപക്ഷങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ഇന്ന് തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ഹൈദരാബാദിൽ നിങ്ങളുടെ വിവാദ നായിക മാധവി ലത അവർ കഴിഞ്ഞ ദിവസവും മുൻപ് പ്രചാരണത്തിനിടയിലും വിവാദമുണ്ടാക്കിയിരുന്നു. മുസ്ലിം പള്ളിക്ക് നേരെ അമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റിൽ നിന്നുകൊണ്ട് അതിൽ പിന്നീട് മാപ്പ് പറയേണ്ട ഘട്ടത്തിലേക്ക് വരികയും ചെയ്തു. ഇന്ന് അവർ പർദ്ദ പൊക്കിക്കൊണ്ടാണ് വോട്ട് ചെയ്യാൻ വന്ന സ്ത്രീകളുടെ പർദ്ദ പൊക്കി മാറ്റിക്കൊണ്ടാണ് വിവാദത്തിൽ ഇടപെടിച്ചതും അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണോ വോട്ട് പിടിക്കുന്നത്? എങ്ങനെയാണ് ഒരു സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുന്ന പോളിംഗ് ബൂത്തിൽ വന്ന് വോട്ടർമാരോട് ഈ രൂപത്തിൽ പെരുമാറുക? അല്ല, അമിത്ഷാജി പറഞ്ഞതിൽ എന്തെങ്കിലും ചട്ടവിരുദ്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ, തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ പരാതി കൊടുക്കേണ്ടിയിരുന്നില്ലേ? റായ്ബറേലിയിൽ അമിത്ഷാ പ്രസംഗിച്ച് മണിക്കൂർ കഴിഞ്ഞു. ആരോടാണ് പരാതി പറയേണ്ടത്? എന്തൊരു കഷ്ടം! ആരോടാ പരാതി പറയേണ്ടത്? താങ്കൾ പറയൂ. ആരോടാ പരാതി പറയേണ്ടത്? ഈ രാജ്യത്ത് എന്നാ പിന്നെ അത് ഞാൻ പറയാ എന്നാ പിന്നെ അയാൾ പറയട്ടെ. ഒന്നുകിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരുന്നില്ലേ? എന്തൊരു കഷ്ടമാണിത്. ഒരു മര്യാദ പാലിക്ക് ചർച്ചയിൽ. ഇവിടെ വന്ന് ഒച്ചയിട്ടിട്ടൊന്നും ഡൽഹിയിൽ ജയിക്കൂല. ശരി, ശ്രീ പത്മനാഭൻ, ആരോടാണ് പരാതി പറയേണ്ടത് എന്ന ചോദ്യം ചോദിക്കാൻ കാരണം ഇല്ല പെരുമാറ്റച്ചട്ട ലംഘനത്തിന്റെ പരാതികൾ മോദിക്കെതിരെ അടക്കം എത്രത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ എത്തിയിട്ടുണ്ടെന്നും അതിൽ എന്ത് നടപടിയെടുത്തുവെന്നും നമ്മുടെ മുന്നിലുണ്ട്. അതാണ് ചോദ്യം. അതായത് കഴമ്പില്ലാത്ത പരാതി കൊടുത്താൽ നടപടി ഉണ്ടാവില്ല. കഴമ്പില്ലാത്ത പരാതി കൊടുത്താൽ ഞങ്ങൾ എത്ര പരാതി കൊടുത്തു? അതിലൊക്കെ ഇപ്പോൾ നടപടി ഉണ്ടായോ? ഇവിടെ പരാതി പോലും കൊടുത്തിട്ടില്ലാന്ന് അമിത്ഷാ എന്തോ പറഞ്ഞു എന്ന് പറയുന്നു. പരാതി കൊടുത്തിട്ടില്ലാന്ന് ഈ നിമിഷം വരെ. പിന്നെ എന്തിനാ അമിത്ഷാനെ കുറ്റം പറയുന്നത്? കോൺഗ്രസ്സുകാർ റായ്ബറയില്ല, കോൺഗ്രസ്സുകാർ പരാതി കൊടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇനി ഞങ്ങൾ പോയി കൊടുക്കണോ പരാതി അവർക്ക് വേണ്ടിയിട്ട്? നരേന്ദ്രമോദി ബംഗാളിൽ പ്രസംഗിച്ചു, നരേന്ദ്രമോദി ജാർഖണ്ഡ് പ്രസംഗിച്ചു, ഒറീസയിൽ പ്രസംഗിച്ചു, ബീഹാറിൽ പ്രസംഗിച്ചു, അപ്പോൾ ഉത്തർപ്രദേശിലെത്തി. അവിടെയൊക്കെ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളിൽ ചട്ടവിരുദ്ധമായ നിയമവിരുദ്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ പരാതി കൊടുക്കുന്നു. ഞാൻ ഇന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് വരിക കോഴിക്കോട് ജില്ലാ കളക്ടർ മുമ്പാകെ. അപ്പോൾ കൃത്യമായി ഞങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് വോട്ടെണ്ണലിൽ നിന്ന് എന്തൊക്കെ ചെയ്യണമെന്ന്. ഇലക്ഷൻ കമ്മീഷൻ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഇത്. ഞങ്ങൾ ജയിക്കുമ്പം തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീൻ്റെ തകരാറ് അല്ലെങ്കിൽ തട്ടിപ്പ്. നിങ്ങൾ ജയിക്കുമ്പോഴോ? തെലങ്കാനയിൽ വോട്ടിംഗ് മെഷീൻ അല്ലായിരുന്നോ? കർണാടകയിൽ വോട്ടിംഗ് മെഷീൻ അല്ലായിരുന്നോ? ഹിമാചൽ പ്രദേശിൽ വോട്ടിംഗ് മെഷീൻ അല്ലായിരുന്നോ? ആം ആദ്മി പാർട്ടി ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ വോട്ടിംഗ് മെഷീൻ അല്ലായിരുന്നോ? പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ജയിച്ചപ്പോൾ വോട്ടിംഗ് മെഷീൻ അല്ലായിരുന്നോ? അപ്പോൾ ഞങ്ങൾ ജയിക്കുമ്പോൾ മാത്രമാണ് വോട്ടിംഗ് മെഷീനിൽ തട്ടിപ്പ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വോട്ടിംഗ് മെഷീൻ വിഷയത്തിൽ മാത്രമല്ല പരാതി. ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് മാത്രമല്ല പരാതി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായും പ്രതിപക്ഷത്തിനെതിരെ പ്രവർത്തിക്കുന്നു. ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് വരുന്ന പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നു. പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രചാരണത്തിറങ്ങുമ്പോൾ അവരുടെ ഹെലികോപ്റ്റർ പരിശോധിക്കുന്നു. നേരത്തെ രാഹുലിനെതിരെ മുമ്പ് പരിശോധിച്ചിരുന്നു, ഇപ്പോൾ ഖാർഗെയുടേതും. ഭരണപക്ഷത്തെ ഏതെങ്കിലും ഒരു നേതാവിന്റെ യാത്രക്കിടയിൽ ഹെലികോപ്റ്റർ പരിശോധിച്ച സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാം. എനിക്ക് നേതാക്കന്മാരെ കാര്യം അറിയില്ല. എൻ്റെ കാറ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ യാത്ര ചെയ്ത കാർ 5 പ്രാവശ്യം പരിശോധിച്ചു. 5 പ്രാവശ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശനമാണെന്ന്. എവിടെ ആയാലും കേരളം എല്ലാ സ്ഥലത്തും ഒരേ നിയമം, ഒരേ മുസൂറിയിലെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്ന IAS ഇന്ത്യ മുഴുവൻ, IPS ഇന്ത്യ മുഴുവൻ, പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ട് ഓഫ് ഇന്ത്യ മുഴുവൻ ഒന്നല്ലേ? വടക്കേ ഇന്ത്യക്കാരനായ കലക്ടറല്ലേ കോഴിക്കോട്ട് ഇരിക്കുന്നത്? മലയാളിയായ IAS ഉത്തർപ്രദേശിലും ബീഹാറിലും ഇരിക്കുന്നത്? തമിഴന്മാരൊക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെ സാധാരണയാണ്. ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ കൊടുത്ത പല പരാതി തള്ളിയിട്ടുണ്ടെന്ന്. ഞങ്ങൾ എത്ര പരാതി കൊടുത്തു? അതൊക്കെ നടപടി കഴമ്പില്ല. ആ തരത്തിൽ ഭരണപക്ഷത്തെ നേതാക്കളുടെ യാത്രക്കിടയിൽ മറ്റ് ഹെലികോപ്റ്ററുകളൊന്നും പരിശോധിച്ച വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടുമില്ല. താങ്കൾക്ക് അതൊന്ന് വിശദീകരിക്കാമോ? താങ്കളുടെ കാറ് പരിശോധിച്ച് അവിടെ നിൽക്കട്ടെ.
അല്ല കാർഗിൽ ഹെലികോപ്റ്റർ പരിശോധിച്ചിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ. പിന്നെന്താ ഈ പരിശോധിക്കുന്നതൊക്കെ നടപടിക്രമമാണ്, നടപടിക്രമം എന്താണ് ഭരണപക്ഷത്തെ നേതാക്കൾക്ക് ബാധകമല്ലാത്തത്? സംഭവമല്ല. അല്ല, ഒന്നും സംഭവമല്ല. താങ്കളെ സംബന്ധിച്ച് ഒന്നും സംഭവമല്ല. പോളിംഗ് ശതമാനം സംഭവമല്ല, മോദിയുടെ പ്രസംഗങ്ങൾ സംഭവമല്ല, ഇതിപ്പോൾ ഈ പരിശോധനയും സംഭവമല്ല, ഒന്നും സംഭവമല്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, തമിഴ്നാട്ടിൽ BJP ജനാധിപത്യത്തിൽ നന്നായി തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ താങ്കൾക്ക് എന്തൊരു പരിഹാസമാണ്. അല്ല, തമിഴ്നാട്ടിൽ BJPയുടെ പൈസ പിടിച്ചു പറഞ്ഞിട്ട് ഇന്ത്യ മുഴുവൻ വാർത്ത വന്നില്ലേ, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ? അപ്പം നിങ്ങളുടെ വാദം ഞാൻ ശരിവെച്ചിട്ട് ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അവിടെ കാര്യക്ഷമമായ ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിച്ചില്ലേ? അപ്പം എന്താ, അപ്പം BJPക്കെതിരെ നടപടിയിലായിരുന്നല്ലേ നിങ്ങളുടെ വാദം അംഗീകരിച്ചാൽ? ഞങ്ങളുടെ വാദം അത് ഞങ്ങളുടെ പൈസയല്ല എന്നാണ്, നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ പൈസയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ നടപടി ഉണ്ടായിട്ടുണ്ടല്ലോ. എത്ര 3.5 കോടിയോ 4.5 കോടിയോ പിടിച്ചിട്ടില്ലേ? ഇതൊക്കെ സാധാരണയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശനമായ നടപടി എടുക്കുന്നുണ്ട്. ഞങ്ങൾ 140, നിങ്ങൾ അറിയോ ഇപ്പൊ ഇൻകം ടാക്സിന്റെ വിഷയത്തിൽ കേരളത്തിലെ ഞങ്ങൾ 140 പ്രധാനപ്പെട്ട നേതാക്കളുടെ യാത്രക്കിടെ അവർ സഞ്ചരിക്കുന്ന സംവിധാനത്തെ പരിശോധിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? അതൊരു അപമാനിക്കലാണ്. അങ്ങനെയെങ്കിൽ തിരിച്ചും അതേ നിലവാരത്തിൽ ഉയർന്ന നേതാക്കളുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ വാഹനം പരിശോധിക്കണം. അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. അങ്ങനെ പകരം ചെയ്യാനുള്ള ഒന്നല്ല ഇത്. റൊട്ടീൻ ചെക്കപ്പാണ്, റാൻഡം ചെക്കപ്പ് എന്താണ് അപ്പുറത്ത് നടക്കാത്തത്? സ്വാഭാവികമാണ്, ഒരു സ്വാഭാവിക ചോദ്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കണമെന്ന്. That has to be asked. That has to be asked to the election commission. The Congress party should ask the election commission, why are you not checking the... ഞാനല്ലോ അതിന്റെ തലവൻ. എന്റെ കാറ് ചെക്ക് ചെയ്ത സ്ഥിതിക്ക് എനിക്ക് എന്ത് നീതികേട് തോന്നും? നേതാക്കളുടെ കാര്യമല്ലേ ചോദിക്കുന്നത്? ആയിക്കോട്ടെ, എനിക്ക് എന്റെ അനുഭവമല്ലേ പറയാൻ പറ്റുള്ളൂ. താങ്കൾക്ക് താങ്കളുടെ അനുഭവം മാത്രമേ പറയാൻ പറ്റൂ. ദേശീയ തലത്തിൽ ഒരു ചോദ്യത്തിനും മറുപടിയില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.